ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. തേങ്ങ ചേർക്കാതെ വളരെ ഈസിയായി എങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട കടലയാണിത്. ഇനി നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ കടല ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുക. അപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. ഇനി കടലയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 3 വെളുത്തുള്ളിയും 5 ചെറുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ ലെവൽ കടലയേക്കാളും 1/4 ഭാഗം മുകളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് കടല വേവുന്നവരെ വേവിക്കുക. കടല വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. എണ്ണ ചൂടായാൽ ഒരു 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അടുത്തതായി ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. 4-5 സെക്കൻഡ് നന്നായിട്ട് വഴറ്റി സവോള ഇട്ട് കൊടുക്കണം. 2 മീഡിയം സൈസ് സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവോള നന്നായി കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണം. സവോള വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു ചെറിയ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്ത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിയാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരും പേടിക്കേണ്ട. കറി കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. മല്ലിപ്പൊടിയാണ് ഇതിൽ ഹൈലൈറ്റ്. ഇപ്പോൾ സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എടുത്ത ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരപ്പൊക്കെ അതിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളമാവാൻ പാടില്ല. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. തക്കാളി പെട്ടെന്ന് കുക്കാകാൻ അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം വെന്ത് വരാനായിട്ട്. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കടലയിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ കടല മാറ്റി വെക്കണം. കൂടുതൽ കടല ആവശ്യമില്ല. 1.5 ടേബിൾ സ്പൂൺ കടല എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം. കൂടുതൽ കടല അരച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടി പോകും. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കടല തന്നെ മതി. ഇനി നന്നായിട്ട് കറിയൊക്കെ ഇളക്കി കൂട്ടി മസാലയൊക്കെ നന്നായി കടലയിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ കടല നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. എരിവും ഉപ്പും ഒക്കെ കടലയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മതിയെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ടൈമിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ അരച്ചു വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. സാദാ വെള്ളം ഒഴിക്കരുത്, തണുപ്പ് വെള്ളം ഉപയോഗിക്കരുത്. ഈ ടൈമിൽ മസാലയും എരിവും ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. എരിവ്
ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഒരു മീഡിയം എരിവുള്ള ഒരു കറിയാണ്. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് മസാല കുറവായതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അടുത്തതായി കറി ഒന്ന് കാച്ചിയെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഒരു തണ്ട് വേപ്പില കൂടി ചേർത്ത് സ്റ്റൗ ഓഫാക്കി വെക്കുക. സ്റ്റൗ ഓഫാക്കി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കറി അപ്പോൾ തന്നെ അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അടച്ചു വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒഴിച്ചതിൻ്റെ മണമെല്ലാം ഈ കറിയിലേക്ക് പിടിക്കും. ഇനി ഈ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.